ഹായ് ഹലോ സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും SCERT സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ആ ചാപ്റ്റർ തുടങ്ങുന്നത് മനോഹരമായിട്ടുള്ള ഒരു പിക്ചറോട് കൂടിയാണ്, അല്ലെ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു പിക്ചറോട് കൂടിയാണ് ആ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്, എന്താണ് ആ ഒരു ഉപഭൂഖണ്ഡം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ഒരു ഭൂമിയിലെ 2/3 ഭാഗം എന്താണെടാ? കടലാണ്. പിന്നെയോ ഒരു ഭാഗം എന്താണ്? അത് കരയാണ്, അല്ലേ? 2/3 ഭാഗവും കടലാണ്. ഇനി പല പല പേരുകളിൽ കടലുകളുണ്ടല്ലേ? ഏതൊക്കെയാണ് നമുക്കറിയാം. പെസിഫിക് അറിയാം, അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം, ഇങ്ങനെ പല പല പേരുകളിൽ ഈ ഒരു സമുദ്രങ്ങൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം എന്താണ്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അല്ലേ? അതായത് പല ഭാഗങ്ങളിലായിട്ടുള്ള കടൽ അല്ലെങ്കിൽ സമുദ്രങ്ങൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ കടലിൽ, ഈ മൊത്തത്തിലുള്ള ഈ സമുദ്രത്തിന് എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്, അല്ലേ? ഇവരെല്ലാവരും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു സമുദ്രം, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഒരു 4-5 സമുദ്രം ഉണ്ടോ? അങ്ങനെയല്ല, എല്ലാവരും തമ്മിൽ എന്തുണ്ട്? ഒരു ലിങ്ക് ഉണ്ട്. എല്ലാ സമുദ്രങ്ങളും തമ്മിൽ എന്തുണ്ട്? ഒരു ലിങ്ക് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? കരഭാഗങ്ങളുണ്ട്, അല്ലേ? സമുദ്രങ്ങൾക്കിടയിൽ കരഭാഗങ്ങളുണ്ട്. ഈ കരഭാഗങ്ങളെല്ലാം തമ്മിൽ ഈ പറഞ്ഞ സമുദ്രങ്ങൾക്കുള്ളതുപോലെ ഉള്ളൊരു ബന്ധം അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടോ? ഇല്ല, അല്ലേ? എല്ലാവർക്കും തമ്മിൽ ഇല്ല. ഇവരെന്താണ്? ഈ കരയുടെ ഭാഗങ്ങൾ സമുദ്രത്തിനിടയിൽ എന്താണ്? കരയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ എന്താണ്? ചിന്നിച്ചെതറിയതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയുള്ള വിശാലമായിട്ടുള്ള കരയുടെ ഭാഗങ്ങളെ നമ്മൾ എന്തു പറയും? വൻകരകൾ, അല്ലെങ്കിൽ പിന്നെ എന്തു പറയും? കോണ്ടിനെൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ എന്തു പറയും? ഭൂഖണ്ഡം എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇങ്ങനെ ഒരു വിശാലമായിട്ടുള്ള കരയുടെ ഭാഗങ്ങളെ നമ്മൾ എന്തു പറയും? കരയുടെ കഷ്ണങ്ങൾ, അല്ലെ? കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ എന്തു പറയും? ഭൂഖണ്ഡങ്ങൾ എന്ന് പറയും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തു പറയൂടാ? കോണ്ടിനെൻസ് എന്ന് പറയും. ഇല്ലെങ്കിൽ എന്താ? വേറൊരു പേരുടെ ഉണ്ട്, വൻകരകൾ. ഓക്കെ അല്ലേ? അപ്പം എന്താണ്? നമ്മുടെ ഭൂമിയിൽ എന്താണ്? 2/3 ഭാഗം എന്താണ്? കടലാണ്, അല്ലെങ്കിൽ സമുദ്രമാണ്. ഇനി ഒരു ഭാഗം എന്താണ്? കരയാണ്. ഈ കരഭാഗങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത്? കരയുടെ ഇങ്ങനെ കഷ്ണങ്ങൾ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. വിശാലമായിട്ടുള്ള അങ്ങനെയുള്ള കരയുടെ കഷ്ണങ്ങൾ നമ്മൾ എന്ത് പറയും? ഭൂഖണ്ഡങ്ങൾ, അല്ലെങ്കിൽ വൻകരകൾ, അല്ലെങ്കിൽ കോണ്ടിനെൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ വൻകരകളിൽ എന്താണ്? ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോണ്ടിനെൻസിൽ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണത്? ഒന്ന്, ഉയരമേറിയ പർവ്വതങ്ങൾ. വലിയ വലിയ പർവ്വതങ്ങൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ പറയുന്ന കോണ്ടിനെൻസിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെയോ വിശാലമായിട്ടുള്ള സമതലങ്ങൾ. സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇങ്ങനെ നിരപ്പായിട്ടുള്ള പ്രദേശങ്ങൾ, അല്ലേ? നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ സമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഭൂഖണ്ഡങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ഉയരമേറിയ വലിയ പർവ്വതങ്ങൾ കാണാൻ സാധിക്കും. പിന്നെയോ വിശാലമായിട്ടുള്ള സമതലങ്ങൾ, നിരപ്പായ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? വിസ്തൃതമായ മരുഭൂമികൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കും? ഇവിടെ മരുഭൂമികൾ കാണാനായിട്ട് സാധിക്കും. പിന്നെയോ പീഠഭൂമികൾ. പീഠഭൂമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉയർച്ചയിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ നിരപ്പായ പ്രദേശങ്ങളാണ്. ആദ്യം എന്താണ്? ഒരു ഉയർച്ച കാണും, പിന്നെ ഇങ്ങനെ നിരപ്പായി കിടക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീഠഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഭൂഖണ്ഡങ്ങളിൽ എന്തൊക്കെ കാണാൻ പറ്റും? കോണ്ടിനെൻസിൽ എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് വിശാലമായിട്ടുള്ള മരുഭൂമികൾ കാണാൻ പറ്റും, വലിയ പർവ്വതങ്ങൾ കാണാൻ പറ്റും, സമതലങ്ങൾ കാണാൻ പറ്റും, പിന്നെ പീഠഭൂമികൾ കാണാൻ പറ്റും. ഇങ്ങനെ പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ നമുക്ക് ഈ ഭൂഖണ്ഡങ്ങളിൽ കാണാനായിട്ട് സാധിക്കും, കോണ്ടിനെൻസിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫുള്ള് കടലാണല്ലേ? ഈ നീല കളറിൽ കിടക്കുന്നത് കടലാണ്, അല്ലേ? ഏതൊക്കെ കടലാണ്? പസഫിക് മഹാസമുദ്രം, ആർട്ടിക് മഹാസമുദ്രം, പിന്നെയോ അറ്റ്ലാന്റിക് മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് മഹാസമുദ്രം, അല്ലേ? ഇതെല്ലാം കടലാണ്. ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. അവർ തമ്മിൽ എന്തുണ്ട്? ഒരു ലിങ്ക് ഉണ്ട്. ഇനി ഇതിനിടയ്ക്ക് എന്താണ്? കരയുടെ ചില ഭാഗങ്ങളെ കാണാം, അല്ലേ? വിശാലമായിട്ടുള്ള കരയിലെ ചില ഭാഗങ്ങൾ, അതിന് നമ്മൾ എന്ത് വിളിക്കും? കോണ്ടിനെൻസ് എന്ന് വിളിക്കും. അതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഭൂമിയിൽ പ്രധാനമായിട്ട് 7 തരത്തിലുള്ള 7 കോണ്ടിനെൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് വടക്കേ അമേരിക്ക, ഒന്ന്. പിന്നെയോ തെക്കേ അമേരിക്ക, രണ്ടാമത്തത്. പിന്നെയോ ആഫ്രിക്ക ഉണ്ട്, 3. പിന്നെ യൂറോപ്പ് ഉണ്ട്, 4. ഏഷ്യ 5. പിന്നെ ഓസ്ട്രേലിയ 6. ദെൻ അന്റാർട്ടിക്ക 7. ഓക്കെ, അപ്പോൾ
നമ്മുടെ ഈ ഭൂമിയിൽ എന്താണ് 7 വൻകരകൾ അല്ലെങ്കിൽ കോണ്ടിനെൻറ്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടത്. ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയുണ്ട്, വടക്കേ അമേരിക്കയുണ്ട്, ആഫ്രിക്കയുണ്ട്, യൂറോപ്പ് ഉണ്ട്, ഏഷ്യയുണ്ട്, അന്റാർട്ടിക്കയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ എവിടെയാണ്, ഏത് കോണ്ടിനെൻറ്റിലാണ് അല്ലെങ്കിൽ ഏത് ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ ഇന്ത്യ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇതാ ഇവിടെ കിടപ്പുണ്ടല്ലേ. ഇന്ത്യ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ കാണാം. ഈ ഇന്ത്യ എവിടെയാണ് വരുന്നത്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. നമ്മുടെ ഇന്ത്യ എവിടെ വരുന്നത്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ നമ്മളൊരു കേക്ക് എടുത്തിട്ട് ആ കേക്കിൽ ഒരു പീസ് കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ഞാൻ ഈ ഭാഗം, ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് കുറച്ചും കൂടെ നമ്മുടെ ഈ പാകിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ഇത്രയും ഭാഗത്തെ ഞാൻ എന്ത് ചെയ്യാണ്, നേപ്പാൾ, ഭൂട്ടാൻ ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗത്തെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും കിട്ടുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലിപ്പോൾ ഇന്ത്യ മാത്രമാണോ കാണുന്നത്? അല്ല, ഇന്ത്യയുണ്ട്, പിന്നെ ആരൊക്കെയുള്ളത്? പാകിസ്ഥാനെ കാണാം അല്ലേ, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെയോ ശ്രീലങ്കയുണ്ട്, മാലിദ്വീപ് അല്ലേ. ഇവരെല്ലാവരും നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. ഈ ഇത്രയും ആൾക്കാർ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യ എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻറ്റിനകത്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് വരുന്നത്. ആ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ അകത്ത് വരുന്ന ആൾക്കാരാണ് ഇവർ ഇത്രയും പേര്. ഇനി എന്തുകൊണ്ടാണ് ഇതിന് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് വിളിക്കാൻ കാര്യം? കാരണം ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് ഇന്ത്യയാണ് അല്ലേ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നതിന് പേര് വന്നത്. പക്ഷേ ഇന്ത്യ മാത്രമാണോ? അല്ല, പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അതുപോലെ മാലിദ്വീപും ഒക്കെ ഈ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഉപഭൂഖണ്ഡങ്ങൾ? നമ്മൾ നേരത്തെ കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വിശാലമായിട്ടുള്ള പർവ്വതങ്ങളുടെ കാര്യം പറഞ്ഞു, പിന്നെ മരുഭൂമികൾ ഉണ്ടെന്ന് പറഞ്ഞു, പീഠഭൂമികളുണ്ട്, സമതലങ്ങളുണ്ട് ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് എവിടെയും കാണാൻ പറ്റുമോടാ? ഈ ഉപഭൂഖണ്ഡങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഇനി നോക്കിക്കേ, ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ നമ്മൾ എന്തു പറയുന്നു? ഉപഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ സബ് കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നു. ഈ സബ് കോണ്ടിനെൻറ്റ്സ് എവിടെ വരുന്നതാ? ആ കോണ്ടിനെൻറ്റ്സിന്റെ ഒരു ഭാഗമാണ് സബ് കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് നോട്ട് ചെയ്യുക, പാമിർ പീഠഭൂമി. പീഠഭൂമി എന്താ ഞാൻ പറഞ്ഞു, എന്താണ്? ഒരു കയറ്റം, പിന്നെ എന്താണ്, ഒരു ഉയർച്ച കാണും, പിന്നെ ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി ഈ പാമിർ പീഠഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ വരുന്നതാണ്. ഏഷ്യ എന്ന് പറയുന്ന ആ ഒരു വലിയ വൻകരയെ, ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ അതിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, അതിൻ്റെ തെക്ക് ഭാഗത്തെ അതിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ വേറിട്ട് നിർത്തുന്നത് എന്ന് പറയുന്നത് ഈ പാമിർ പീഠഭൂമിയാണ്. എന്താണ് ഈ പാമിർ പീഠഭൂമിയെ വേറൊരു പേരിലും കൂടെ വിശേഷിപ്പിക്കും, ലോകത്തിൻ്റെ മേൽക്കൂര. എന്താണ് ആ പേര്? ലോകത്തിൻ്റെ മേൽക്കൂര. ഈ ഒരു പാമിർ പീഠഭൂമി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതെവിടെയാണ് വരുന്നത്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനുള്ളിൽ വരുന്നതാണ്. ഈ ഒരു പ്രദേശം എന്ത് ചെയ്യുന്നു? ഏഷ്യ എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ തെക്ക് ഭാഗത്തെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേറിട്ട് നിർത്തുന്നു. ഇനി ഈ പാമിർ പീഠഭൂമിയെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇതെന്ന് പറയുന്നത് 4 പർവ്വതനിരകളുടെ സംഗമ സ്ഥാനം കൂടിയാണ്. ഏതൊക്കെയാണ് ആ 4 പർവ്വതനിരകൾ? ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ്. ഏതൊക്കെയാണ്? ടിയാൻ ഷാൻ, കാരക്കോറം, പിന്നെയോ കുൻലൂൺ, ഹിന്ദുക്കുഷ്. ഈ 4 പർവ്വതനിരകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് എന്ത്? പാമിർ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പാമിർ പീഠഭൂമിയെ പറ്റി നമ്മൾ പറഞ്ഞ്? ഏഷ്യ എന്ന് പറയുന്ന ഒരു വൻകരയുടെ തെക്ക് ഭാഗത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ വേറിട്ട് നിർത്തുന്നത് ഈ പാമിർ പീഠഭൂമിയാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനുള്ളിൽ വരുന്ന ഈ പാമിർ പീഠഭൂമിയാണ്. പിന്നെ പാമിർ പീഠഭൂമിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ്. ഇതെന്ന് പറയുന്നത് 4 പർവ്വതനിരകളുടെ സംഗമ സ്ഥാനമാണ്. ഇനി ഏതൊക്കെയാണ് ആ പർവ്വതനിരകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കാരക്കോറം ഉണ്ട്, കുൻലൂൺ ഉണ്ട്, ടിയാൻ ഷാൻ ഉണ്ട്, ഹിന്ദുക്കുഷ് ഉണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ഉപഭൂഖണ്ഡങ്ങളിൽ എന്താണ് പീഠഭൂമി മാത്രമാണോ കാണാൻ സാധിക്കുന്നത്? അല്ല, പിന്നെ എന്തൊക്കെയാ?
പർവ്വത ശിഖരങ്ങൾ, നേരത്തെ അവിടെ പറഞ്ഞത് കണക്കിന് വലിയ വലിയ പർവ്വത ശിഖരങ്ങൾ നമുക്ക് ഇവിടെയും കാണാം. പിന്നെ വിശാലമായിട്ടുള്ള സമതലങ്ങൾ, നിരപ്പായ പ്രദേശങ്ങൾ, അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ മരുഭൂമി പ്രദേശങ്ങൾ, അവിടെ പറഞ്ഞ മരുഭൂമി പ്രദേശങ്ങൾ ഇവിടെയും നമുക്ക് കാണാം. പിന്നെ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, ഇങ്ങനെ പീഠഭൂമി പ്രദേശങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ട്. പിന്നെ തീരസമതലം, കടലുള്ളത് കൊണ്ട് തന്നെ തീരസമതലങ്ങളും ഉണ്ട്. പിന്നെയോ ദ്വീപുകളുണ്ടല്ലേ, ദ്വീപുകളുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ആ ഒരു ഭൂപ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്ത്? പർവ്വത ശിഖരങ്ങളും മരുഭൂമി പ്രദേശങ്ങളും, പിന്നെ എന്തൊക്കെയാണ്? പീഠഭൂമി പറഞ്ഞു, തീരസമതലങ്ങൾ, ദ്വീപുകൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിൽ ആ പാമിർ പീഠഭൂമി എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ആ ഒരു വടക്കേ അതിർത്തിയിൽ നമുക്ക് ആരെയാ കാണാൻ സാധിക്കുക? നോട്ട് ചെയ്യുക. വടക്കേ അതിർത്തിയിൽ ആരാണ്? ഹിമാലയ പർവ്വതം. വടക്കേ അതിർത്തിയിൽ ആരാണ്? ഹിമാലയ പർവ്വതം. അപ്പൊ കിഴക്കേ അതിർത്തിയിലോ? കിഴക്കേ അതിർത്തിയിൽ ആരാണ്? അരക്കൻ പർവ്വത നിരകൾ. ആരാണ്? അരക്കൻ പർവ്വത നിരകൾ. എന്നാൽ പടിഞ്ഞാറേ അതിർത്തിയിലോ? പടിഞ്ഞാറേ അതിർത്തിയിൽ നമുക്ക് ഹിന്ദുക്കുഷ് പർവ്വത നിരയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം നോക്കിക്കേ, എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, നിങ്ങളുടെ മനസ്സിലേക്ക് പിക്ചർ വരിക. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ആരാണുള്ളത്? ഹിമാലയാസ് അല്ലേ, നമ്മുടെ ഹിമാലയ പർവ്വതങ്ങളാണുള്ളത്. എന്നാൽ അതിന്റെ കിഴക്കേ അതിർത്തിയിൽ നമുക്ക് ആരെയാണ് കാണാൻ സാധിക്കുന്നത്? അരക്കൻ പർവ്വത നിരകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അതിന്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ ആരാണുള്ളത്? ഹിന്ദുക്കുഷ് പർവ്വത നിരകളാണ്. അപ്പോൾ ഉറപ്പായിട്ടൊരു ചോദ്യം വരും, എന്നാൽ പിന്നെ തെക്കേ അതിർത്തിയിൽ എന്താണുള്ളത്? തെക്കേ അതിർത്തിയിലുണ്ട് ആരാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്കേ അതിർത്തിയിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്? വടക്കേ അതിർത്തിയിൽ ഹിമാലയാസ് വരുന്നു, പിന്നെ കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകൾ വരുന്നു, അതുപോലെ പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് വരുന്നു. ഇനി തെക്കേ അതിർത്തിയിൽ ആരാണ്? ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദ്രം അല്ലെ, ഏക സമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രമേ ഉള്ളൂ, അത് ഏതാണടാ? ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആയി, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം കൂടി ഉണ്ട്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ സമുദ്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് ഏതാണ്? ഏക സമുദ്രമാണുള്ളത്, അത് ഏതാണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്, ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പാമിർ പീഠഭൂമി എന്ന് പറയുന്നത് 4 പർവ്വതങ്ങളുടെ സംഗമ സ്ഥാനമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ പാമിർ പീഠഭൂമി കാണാം അല്ലേ. പാമിർ പീഠഭൂമി ഇവിടെ ദാ ഹിന്ദുക്കുഷ് ഉണ്ട്, ടിയാൻഷാൻ ഉണ്ട്, കുൻലുൺ ഉണ്ട്, പിന്നെ കാരക്കോറം ഉണ്ട്. ഈ 4 പർവ്വത നിരകളുടെ സംഗമ സ്ഥാനമാണ് പാമിർ പീഠഭൂമി എന്ന് നമ്മൾ നേരത്തെ അവിടെ പഠിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അരക്കൻ പർവ്വത നിരകളെ നമുക്കിവിടെ കാണാം, ഹിമാലയാസിനെ നമുക്കിവിടെ കാണാം അല്ലേ. ഇതെല്ലാം നമുക്ക് കാണാം. പിന്നെ ഹിന്ദുക്കുഷ് ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മാപ്പിൽ അല്ലെങ്കിൽ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിൽ എന്താണ്? നമ്മൾ ഹിന്ദുക്കുഷ് പർവ്വത നിരകളെ പറ്റി നേരത്തെ പറഞ്ഞു അല്ലേ. ഈ ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ നമുക്ക് എവിടെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്? പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിന്റെ ഒരു ഇതിലാണ് ഈ ഏതാണ്? ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ പിന്നെ എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ഏതൊക്കെയാണ്? പാകിസ്ഥാനിലാണ് ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ വരുന്നത്. അതുപോലെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയ പർവ്വത നിര വരുന്നത്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് ഈ പർവ്വതനിരകൾ കിടക്കുന്നതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹിന്ദുക്കുഷ് പർവ്വതനിര നമുക്ക് എവിടെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്? പാകിസ്ഥാനിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം നമ്മുടെ ഹിമാലയാസ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയൊക്കെയാണ്? നേപ്പാൾ, അതുപോലെ ഭൂട്ടാൻ, പിന്നെ ഇന്ത്യയിലുമായിട്ടാണ് നമുക്ക് ഹിമാലയാസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഉയരമേറിയ വലിയ കൊടുമുടികൾ മിക്കതും വരുന്നത് എവിടെയാണ്? ഈ ഹിമാലയാസിനുള്ളിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഹിമാലയ പർവ്വതം. ഓക്കെ, ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് എന്താണുള്ളത്? സമതല പ്രദേശം. ഞാൻ നേരത്തെ പറഞ്ഞു, സമതല പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നിരപ്പായ പ്രദേശമാണ് അല്ലേ. അങ്ങനെ സമതല പ്രദേശമാണുള്ളത്. അപ്പം നമ്മുടെ ഈ ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് എന്താണുള്ളത്? സമതല പ്രദേശങ്ങളാണുള്ളത്, നിരപ്പായ സ്ഥലങ്ങളാണുള്ളത്. ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്ഥലം രൂപപ്പെടാനുള്ള കാരണം? അതാണ് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, അതുപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര
ഈ മൂന്ന് നദികൾ എന്താണ്? ഇവർ വഹിച്ചുകൊണ്ട് വന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെടാൻ കാരണം. നമുക്കറിയാം, നദികൾ ഒഴുകുമ്പോൾ അവരെന്ത് ചെയ്യത്തില്ല, ചുമ്മാ അങ്ങ് ഒഴുകുമോ? ഇല്ല, അവർ വരുന്ന വഴിക്ക് എന്തൊക്കെയുണ്ടോ അവരതെല്ലാം എന്ത് ചെയ്യും, എടുത്തിട്ട് വരും. അങ്ങനെയാണ് നദികൾ ഒഴുകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ സിന്ധു, അതുപോലെ ഗംഗ, അതുപോലെ ബ്രഹ്മപുത്ര, ഈ നദികൾ എന്താണ് ഒഴുകി വന്നപ്പോൾ എന്താണ് അവരുടെ എക്കൽ നിക്ഷേപങ്ങൾ, എക്കൽ എന്ത് ചെയ്യും കൊണ്ടു നിക്ഷേപിച്ചു. ആ എക്കൽ നിക്ഷേപങ്ങളാണ് പിന്നീട് എന്തിന് കാരണമായത്? ഇങ്ങനെയുള്ള സമതലങ്ങൾ രൂപപ്പെടാനായിട്ട് കാരണം ആയത്. ഓക്കെ അല്ലേ? ഈ സമതലം രൂപപ്പെടാൻ കാരണമായത് എന്താണ്? നമ്മുടെ സിന്ധു, അതുപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര നദികളിൽ അവരെന്താണ് എക്കൽ നിക്ഷേപങ്ങൾ കാരണമാണ് ഈ പറയുന്ന സമതലങ്ങൾ രൂപപ്പെടാനായിട്ട് കാരണം. ഇനി ഈ സമതലത്തെ മറ്റൊരു പേര് എന്താണ് വിശേഷിപ്പിക്കുന്നു? ആ പേരാണ് ഉത്തര മഹാസമതലം. എന്താണ് ആ സമതലത്തിന്റെ പേര്? ഉത്തര മഹാസമതലം. നോട്ട് ചെയ്ത് വെക്കുക, ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം എന്നും വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. എവിടെ മുതൽ എവിടം വരെ? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ആയിട്ട് നമ്മുടെ ഈ ഉത്തര മഹാസമതലം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ ഹിമാലയ പർവ്വതങ്ങളുടെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത്? സമതല പ്രദേശങ്ങൾ വരുന്നത്. ഈ സമതല പ്രദേശങ്ങൾ രൂപപ്പെടുന്നത് എന്താണ്? സിന്ധു, അതുപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ കൊണ്ടിട്ടാണ് ഈ സമതല പ്രദേശങ്ങൾ രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി പിന്നെ എന്താ പറഞ്ഞത്? ഈ സമതല പ്രദേശത്തെ എന്ത് പേര് പറഞ്ഞ് വിളിക്കുന്നു? ഉത്തര മഹാസമതലം എന്ന് വിളിക്കുന്നു. പിന്നെ ഇത് എവിടം മുതൽ എവിടം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നതെന്നും ഈ ഒരു സ്ലൈഡിൽ പറയുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മളിപ്പോൾ പഠിച്ച ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ആദ്യത്തേത് ഫലഭൂയിഷ്ടമായ മണ്ണ്. അപ്പം ഈ നദികളാണ് എന്ത് ചെയ്യുന്നത്? ഏക്കൽ മണ്ണ് കൊണ്ട് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എന്താണ് ആ മണ്ണെന്ന് പറയുന്നത്? ഫെർട്ടൈൽ സോയിലാണ്. പിന്നെയോ നദികളാൽ ജലസമൃദ്ധം. എന്താണ്? നദികളാൽ ജലസമൃദ്ധം. ഒരുപാട് നദികളുണ്ട്. പിന്നെയോ നിരപ്പാർന്ന ഭൂപ്രദേശം അല്ലെ. നിരപ്പാർന്ന ഭൂപ്രദേശം. ഉത്തര മഹാസമതലമാണ്. സമതലം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു എന്താണ്? നിരപ്പായ പ്രദേശമാണ് അല്ലെ. നിരപ്പാർന്ന ഭൂപ്രദേശമാണ്. ജനനിബിഡമാണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചത്. ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട്, നദികളുണ്ട്, പിന്നെ നിരപ്പാർന്ന ഭൂപ്രദേശമാണ്. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം അവിടെ എന്തായിരിക്കും? ഒരുപാട് ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ജനനിബിഡം കൂടി ആണ്. എന്താണ്? ജനനിബിഡം. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇനി ഉത്തര മഹാസമതലം. അപ്പം നമ്മൾ ഉത്തര മഹാസമതലത്തെ പറ്റി പഠിച്ചു. ഇനി ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്ത് ആരാണുള്ളത്? പീഠഭൂമി. പീഠഭൂമി ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഇങ്ങനെ ഒരു ഉയർന്ന പ്രദേശം പോലെ വന്നിട്ട് പിന്നെ നിരപ്പാർന്ന പ്രദേശം വരുന്നതിനാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തര മഹാസമതലത്തിന്റെ തെക്കു ഭാഗത്ത് ആരാണുള്ളത്? പീഠഭൂമിയാണ് ഉള്ളത്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, നമ്മുടെ ഈ പീഠഭൂമി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. ഓക്കെ, അപ്പം നമ്മൾ ഉത്തര മഹാസമതലത്തെ പറ്റി പഠിച്ചു. ഈ ഉത്തര മഹാസമതലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് എന്താണ്? പീഠഭൂമിയാണ്. ഈ പീഠഭൂമിയുടെ പേരാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. എന്ത്? ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് എന്താണ്? സമുദ്രത്തിന് 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ ഉത്തര മഹാസമതലം നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആരെയാണ് പഠിച്ചത്? ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമി. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ വടക്ക് പടിഞ്ഞാറായി നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട്, ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വരണ്ട പ്രദേശമാണ് എന്ത്? ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. ഇനി വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നുകൂടെ നോക്കിക്കേ, എന്താ പറഞ്ഞത്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് നമ്മുടെ ഇന്ത്യയിലും അതേപോലെ തന്നെ പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് ആര്? ഥാർ മരുഭൂമി. ഈ ഥാർ മരുഭൂമിയിൽ എന്താണ്? വരണ്ട പ്രദേശമാണ്, മരുഭൂമിയാണല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? മഴ ലഭിക്കുന്നത് കുറവാണ്, വരണ്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആരെയൊക്കെയാണ്? കള്ളിമുൾ ചെടികളും അതുപോലെ തന്നെ കുറ്റിച്ചെടികളും ഒക്കെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇത് മാത്രമല്ല,
വേറെ എന്തൊക്കെ നമുക്ക് നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണാനായിട്ട് സാധിക്കും? നമ്മൾ ഉത്തര മഹാസമുദ്രത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ എന്താണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പറഞ്ഞു അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ താർ മരുഭൂമിയെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കാണാൻ പറ്റും എന്ന് നോക്കി നോക്കാം. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇനി മാലിദ്വീപ്, ശ്രീലങ്ക. നിങ്ങൾ ആ മാപ്പിൽ കണ്ടായിരുന്നു അല്ലേ? ഈ മാലിദ്വീപും ശ്രീലങ്ക എന്ന് പറയുന്നത് ദ്വീപ് രാഷ്ട്രങ്ങളാണ്. എന്താണ്? ദ്വീപ് രാഷ്ട്രങ്ങളാണ് മാലിദ്വീപും അതുപോലെ ശ്രീലങ്കയും. എന്നാൽ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും ഇതൊക്കെ എന്താണ്? ദ്വീപ സമൂഹങ്ങളാണ്. എന്താണ്? ദ്വീപ സമൂഹങ്ങളാണ്. ഒന്നുകൂടെ നോക്കിക്കേ, മാലിദ്വീപും ശ്രീലങ്കയും എന്താണ്? ദ്വീപ രാഷ്ട്രങ്ങളാണ്. എന്നാൽ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും എന്താണ്? ദ്വീപ സമൂഹങ്ങളാണ്. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ ഞാൻ മാപ്പ് കാണിച്ചപ്പോൾ നിങ്ങളതിൽ മാലിദ്വീപും ശ്രീലങ്കയും ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വലിയൊരു ഭൂപ്രകൃതിയാണുള്ളത് അല്ലേ? നമുക്കവിടെ എന്തൊക്കെ കാണാൻ പറ്റും? ഉത്തരേന്ത്യൻ സമതലം കാണാൻ പറ്റും, പിന്നെ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി കാണാൻ പറ്റും, താർ മരുഭൂമി കാണാൻ പറ്റും, ദ്വീപ സമൂഹങ്ങൾ കാണാൻ പറ്റും, ദ്വീപ രാഷ്ട്രങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം അല്ലേ? എന്താ നേരത്തെ പറഞ്ഞേ? പാകിസ്ഥാനിലും ഇന്ത്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരാളുണ്ട്. ആരാണത്? ആ ഒരു വരണ്ട പ്രദേശത്തെ നമ്മൾ താർ മരുഭൂമി എന്നാണ് പറഞ്ഞത് അല്ലേ? എന്താണ്? താർ മരുഭൂമി. അപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യയിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന താർ മരുഭൂമി നിങ്ങൾ ഇവിടെ കണ്ടു. പിന്നെ ഒരു ത്രികോണ ആകൃതിയിൽ ആരുണ്ട്? ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പറഞ്ഞല്ലേ? ഈ ഒരു ത്രികോണം പോലത്തെ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമി നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഉത്തര മഹാസമതലം, പിന്നെ എന്ത് കാണാം? ഉത്തര മഹാസമതലം നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ആൻഡമാൻ നിക്കോബാറും പിന്നെ ശ്രീലങ്ക കാണാം. പിന്നെയോ ലക്ഷദ്വീപ്, മാലിദ്വീപ് അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പാകിസ്ഥാനിൽ ഇന്ത്യയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന താർ മരുഭൂമിയും ഉപദ്വീപീയ പീഠഭൂമിയും പിന്നെ ഉത്തര മഹാസമതലവും ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക, ആൻഡമാൻ നിക്കോബാർ ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ഭാഗങ്ങൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആ ഭൂപ്രകൃതിയെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? ഇന്ന കാര്യങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, പർവ്വതങ്ങളുണ്ട്, അല്ലെങ്കിൽ മരുഭൂമികളുണ്ട്. അതിന് ഓരോരുത്തരും നമ്മൾ എക്സാമ്പിൾസും കണ്ടു അല്ലേ? താർ മരുഭൂമിയെ കണ്ടു, ഉത്തര മഹാസമതലം കണ്ടു, ഇനി പീഠഭൂമി കണ്ടു. ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനി ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും എന്തുണ്ട്? വൈവിധ്യമാർന്ന ഒരു കാലാവസ്ഥ ഇവിടെയുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഉണ്ട്. നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥ സവിശേഷതകളാണ് ഉള്ളത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വാക്ക്. മൺസൂൺ എന്നുള്ള വാക്ക് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ മൺസൂൺ കാലാവസ്ഥ എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത്. ഈ മൺസൂൺ എന്നുള്ള വാക്ക് ഏത് വാക്കിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം. എന്താണ്? ഋതുക്കൾ എന്നർത്ഥം വരുന്ന അറബ് വേർഡാണ് കേട്ടോ. അറബ് വാക്കായിട്ടുള്ള മൗസിം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന വാക്ക് രൂപപ്പെട്ടിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? എന്താണ്? അറബ് പദമായിട്ടുള്ള മൗസിം എന്ന വാക്ക്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ ആര് സ്വാധീനിക്കുന്നുണ്ട്? ഈ മൺസൂൺ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. ഋതുക്കൾക്കനുസരിച്ച് ഈ കാറ്റിൻ്റെ ദിശ എന്ത് ചെയ്യും? മാറിക്കൊണ്ട് ഇരിക്കും. നമ്മുടെ ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഈ കാറ്റിൻ്റെ ദിശയും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഋതുക്കൾക്കനുസരിച്ച് മാറുന്ന ഈ മൺസൂൺ കാറ്റിനെ പറ്റിയിട്ട് എന്താണ് ഒരു അറബ് സഞ്ചാരിയായി എഴുത്തുകാരനുമായ അൽ മസൂദി, ആരാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അൽ മസൂദി, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ് ഇത്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഋതുക്കൾക്കനുസരിച്ച് ആ ഒരു മൺസൂൺ കാറ്റിൻ്റെ അതിൻ്റെ ദിശ മാറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരുടെ ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും? അൽ മസൂദി എന്ന് പറയുന്ന അറബ് എഴുത്തുകാരനും സഞ്ചാരിയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് ഈ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, ഇനി എന്താണ് സൂര്യൻ്റെ അയനം? സൂര്യൻ്റെ അയനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എവിടെയാണ്? ഉത്തരായന രേഖയ്ക്കും അതുപോലെ ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിട്ടാണ് ഇടയിലായിട്ട് എന്ത് സംഭവിക്കും? ഈ സൂര്യൻ്റെ സ്ഥാനം ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. സൂര്യൻ്റെ സ്ഥാനം എന്താണ്? നമ്മുടെ ഉത്തരായന രേഖയ്ക്കും അതുപോലെ തന്നെ ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയനം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ആ ഒരു ഭൂമിയുടെ ആ ഒരു പരിക്രമണവും, അല്ലെ, ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, ആ ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാക്കുന്നതായി അനുഭവപ്പെടുന്നത്. അപ്പം സൂര്യൻ്റെ അയനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത്, നോട്ട് ചെയ്യുക, ഉത്തരായന കാലം, സൂര്യൻ്റെ അയനം മൂലം നമ്മുടെ ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? നമ്മുടെ ആ ഒരു ഉപഭൂഖണ്ഡത്തിൻ്റെ തൊട്ടു മുകളിലായിട്ടായിരിക്കും ആരുടെ സ്ഥാനം വരുന്നത്? ഈ സൂര്യൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ കരഭാഗത്തുള്ള ആ ഒരു വായു എന്ത് ചെയ്യും? ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. ഒന്നുകൂടെ പറയാം, നമ്മുടെ ആ ഒരു ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ തൊട്ടു മുകളിലായിട്ടായിരിക്കും വരുന്നത്. ആ സമയത്ത് കരയിലുള്ള വായു എന്ത് ചെയ്യുന്നു? ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇനി ഇവിടേക്ക് എന്ത് വരുന്നു? സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റ് എന്ത് ചെയ്യുന്നു? വീശുന്നു. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം തൊട്ട് മുകളിലായിരിക്കും. അപ്പോൾ കരഭാഗത്തുള്ള വായു എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളെ ഈർപ്പം നിറഞ്ഞ നമ്മുടെ ആ ഒരു സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റും അവിടേക്ക് വീശുന്നു. ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു? പല ഭാഗങ്ങളിലായിട്ട്, നമ്മുടെ ഈ ഒരു ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മഴ ലഭിക്കാനായിട്ട് ഇത് കാരണം ആകുന്നു. ഓക്കെ, മഴ ലഭിക്കാനായിട്ട് ഇത് കാരണമാകുന്നു. ഇനി മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്താണ്? നല്ല രീതിയിൽ മഴ ലഭിക്കാനായിട്ട് കാരണം ആകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഉത്തരായന കാലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി ദക്ഷിണായന കാലത്ത് എന്താ സംഭവിക്കുന്നത്? സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും ആ സമയത്തുള്ള സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ആ സമയത്ത് എവിടുത്തെ വായു ആയിരിക്കും ചൂട് പിടിച്ചു വരുന്നത്? നേരത്തെ ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ആ ഒരു ഉപദ്വീപീയ നമ്മുടെ ആ ഒരു ഭൂഖണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ഉപഭൂഖണ്ഡത്തിൻ്റെ എന്താണ്? തൊട്ട് മുകളിലായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കരയിലുള്ള വായു എന്ത് ചെയ്യും? ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുമെന്ന് പറഞ്ഞു. ഇവിടെ എവിടെയാണ് സൂര്യൻ്റെ സ്ഥാനം? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആ ഒരു ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിലെ വായു എന്ത് ചെയ്യുന്നു? ചൂട് പിടിച്ച് ഉയരുകയും ഇവിടേക്ക് എന്ത് സമയം? ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ്, അല്ലേ, ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, ഏതൊക്കെ മാസങ്ങളിലാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എന്താണ്? വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറ്, എങ്ങോട്ട് നിന്നാണ്? വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് പടിഞ്ഞാറായിട്ട് വീശുന്ന ഈ കാറ്റുകൾ എന്താണ്? ഭയങ്കര വരണ്ട കാറ്റായിരിക്കും. നേരത്തെ പറഞ്ഞു എന്താണ്? നമ്മുടെ ദക്ഷിണായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും. ആ സമയത്ത് എവിടെ നിന്ന് കാറ്റ് വീശും എന്നാണ് പറയുന്നത്? ഉത്തര ദിക്കിൽ നിന്ന് കാറ്റ് വീശും. ഈ കാറ്റിൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റിൽ നിന്ന് പൊതുവെ വരണ്ട കാറ്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത് കണക്കുള്ള അത്രയും വലിയ ശക്തമായ മഴയൊന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് ഇത് കാരണമാകും. അല്ലെ, ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നത് കാരണം എന്താണ്? നമ്മുടെ ഈ ഒരു ഉപദ്വീപീയ ഭാഗം എവിടെയെന്ന് അറിയാലോ? ആ ഒരു ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ എന്താണ്? വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് കാരണം ആകുമെന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നത്. അതിന്റെ കാരണമാണ് ഇപ്പം നമ്മൾ പഠിച്ചിട്ട് വന്നത്. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി ഈ പറയുന്ന ഓരോരുത്തരും ഓരോരോ കാലാവസ്ഥ വരുന്നില്ല. ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അക്ഷാംശ സ്ഥാനം. ആ ഒരു അക്ഷാംശ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്തത് ഭൂപ്രകൃതി. ഓരോ ഭൂപ്രദേശങ്ങളിലും ആ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ച് കാലാവസ്ഥയിൽ എന്ത് വരും? മാറ്റം വരും. മാത്രമല്ല സമുദ്രത്തിൻ്റെ സാമീപ്യം. സമുദ്രം തൊട്ടടുത്താണെങ്കിൽ കുറച്ചുകൂടെ എന്തായിരിക്കും? കുറച്ചുകൂടെ
തണുത്ത ഒരു കാലാവസ്ഥയായിരിക്കും. പക്ഷേ സമുദ്രത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു പ്രദേശമാണെങ്കിൽ കുറച്ചുകൂടെ വരണ്ട കാലാവസ്ഥയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ കാറ്റല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് കാറ്റും ഇതിനൊരു കാരണമാണ്. കാലാവസ്ഥ എങ്ങനെ ആയിരിക്കണം എന്ന് ആ ഒരു തീരുമാനിക്കുന്നതിൽ കാറ്റിൻ്റെ പങ്കും വളരെ വലുതാണ്. ഓക്കെ അല്ലേ? ഇനി പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ പ്രധാന അക്ഷാംശ രേഖയായിട്ടുള്ള ഉത്തരായന രേഖ, ആ ഉത്തരായന രേഖയ്ക്ക് ഇരുവശത്തും എന്താണ്? വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് വശത്ത് മിതോഷ്ണ കാലാവസ്ഥ എന്ന് വെച്ചാൽ മൈൽഡ് ആയിട്ടുള്ള, ഒരുപാട് തണുപ്പുമല്ല ഒരുപാട് ചൂടുമല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ഇനി തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ്. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് ഇരുവശത്ത് ഒരിടത്ത് എന്താണ്? മിതമായിട്ടുള്ള അല്ലെങ്കിൽ മിതോഷ്ണമായിട്ടുള്ള കാലാവസ്ഥയും ഒരു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് ഉള്ളത്. ഇനി അടുത്ത് പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശത്തും എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് ഇരുവശത്തുമായിട്ട് എന്താണ്? വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നതെന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥ എന്ന് വെച്ചാൽ മൈൽഡ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ചൂടുമല്ല ഒരുപാട് തണുപ്പുമല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് മിതോഷ്ണ കാലാവസ്ഥ. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്തായിട്ട് മിതോഷ്ണ കാലാവസ്ഥയും അതുപോലെ തെക്ക് ഭാഗത്തായിട്ട് എന്താണ്? ഉഷ്ണ കാലാവസ്ഥയുമാണ്. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് എന്താണ്? വടക്ക് ഭാഗത്തായിട്ട് മിതോഷ്ണ കാലാവസ്ഥയും എന്നാൽ എന്താണ്? അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് എന്താണ്? ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഇനി ഈ ഉഷ്ണമേഖലയിൽ എന്താണ്? ശൈത്യകാലത്തായിക്കോട്ടെ അതുപോലെ ഉഷ്ണകാലത്തും എന്താണ്? അവിടെ അനുഭവപ്പെടുന്ന താപനില എന്ന് പറയുന്നത് അതിൻ്റെ അന്തരം എന്തായിരിക്കും? പൊതുവെ മിതമായിരിക്കും. ഓക്കെ, എന്നാൽ മിതോഷ്ണ മേഖലയിൽ എങ്ങനെയാണ്? ശൈത്യകാലത്തെയും അതുപോലെ ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ എന്താണ്? കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു പ്രദേശം അതെങ്ങനെയാണ് ഉള്ളത്, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ എന്തിനെ സ്വാധീനിക്കും? നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കും. നോക്കിക്കേ, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. അതായത് ഈർപ്പവാഹിയായിട്ടുള്ള ആ ഒരു കാറ്റ് വീശുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖം, ഇപ്പോൾ ഇവിടെ ഒരു പർവ്വതം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു കാറ്റ് വീശുകയാണെങ്കിൽ ഈ പർവ്വതം എന്ത് ചെയ്യും? ഈ കാറ്റിനെ ഇവിടെ എന്ത് ചെയ്യും? തടഞ്ഞു നിർത്തും. അപ്പോൾ എന്ത് സംഭവിക്കില്ല? ഈ കാറ്റിന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് എന്ത് സംഭവിക്കും? മഴ പെയ്യും. അപ്പുറത്തെ ഭാഗത്ത് എന്ത് ചെയ്യില്ല? മഴ പെയ്യത്തും ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ നോക്കിക്കേ, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് ആരുണ്ട്? പർവ്വതങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നു? ആ കാറ്റിനെ തടഞ്ഞു നിർത്തുകയും അപ്പോൾ ആ ഭാഗത്ത് മഴ പെയ്യുന്നു, മറ്റേ ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല? മഴ ലഭിക്കുന്നുമില്ല. ഇങ്ങനെ സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവായതിനുള്ള കാരണം എന്താണ്? ഈ ഒരു അപ്പോൾ സഖ്യപർവ്വതം നിൽക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള കേരളത്തിൽ ഒരുപാട് മഴ ലഭിക്കുന്നു, എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ എന്താണ്? വളരെ കുറച്ച് മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഈർപ്പവാഹിയായ കാറ്റിനെ എന്ത് ചെയ്യുന്നു? അവിടെ തടഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മഴ ലഭിക്കുന്നത്. അതിന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നില്ല? കടത്തി വിടുന്നില്ല. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ വിളിക്കുന്നത്. എന്താണ്? മഴ കുറവായ ഇത്തരം പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് എന്താ? റെയിൻ ഷാഡോ റീജിയൻസ് എന്ന്. ഇനി ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എന്താണ്? ഇതൊരു പർവ്വതമാണ് അല്ലേ? ഇതൊരു പർവ്വതമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഇതൊരു പർവ്വതമാണ്. അപ്പോൾ എന്താണ്? ഇവിടെ നിന്ന് കാറ്റ് വീശുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ എന്താണ്? ആ ഒരു കാറ്റ് വീശുമ്പോൾ ഈ പർവ്വതം എന്ത് ചെയ്യുകയാണ്? ഇതിനിങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഈർപ്പം എന്താണ്? തണുത്ത് മഴയായിട്ട് ഈ ഭാഗത്ത് പെയ്യുന്നു. അപ്പുറത്തെ ഭാഗത്ത് ഇതൊന്നും പോകുന്നില്ല. കാരണം ഈ പർവ്വതം ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാണ്? ഇതിനിങ്ങനെ തടഞ്ഞ് നിർത്തുകയാണ്. അതുകൊണ്ട് അപ്പുറത്തെ മറുഭാഗത്ത് എന്തില്ല? മഴ കിട്ടുന്നില്ല. മനസ്സിലായല്ലോ? ഇതിനിങ്ങനെയുള്ള റീജിയൻസിനെയാണ് നമ്മൾ റെയിൻ ഷാഡോ റീജിയൻസ് അല്ലെങ്കിൽ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. ക്ലിയറായി മനസ്സിലായല്ലോ? പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഇതൊരു പർവ്വതമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാറ്റ് വീശുന്നു. ഈ കാറ്റിന് എന്ത് ചെയ്യുന്നില്ല? ഈ പർവ്വതം എന്ത് ചെയ്യുന്നില്ല? അങ്ങോട്ടേക്ക്
കടത്തി വിടുന്നില്ല, അതിനെ എന്താണ് തടഞ്ഞു നിർത്തുകയാണ്. തടഞ്ഞു നിർത്തി പിന്നീട് എന്ത് ചെയ്യുന്നു, അതിങ്ങനെ ആ ഈർപ്പം തണുത്ത് പിന്നീട് എന്താണ് ആ ഒരു ഈർപ്പവാഹിയായ കാറ്റാണ്. അപ്പോൾ എന്താണ് ആ ഈർപ്പം തണുത്തിട്ട് അത് മേഘമായിട്ട് മാറി മഴയായിട്ട് പെയ്യുന്നു. ഇതിൻ്റെ മറുഭാഗത്തുള്ള സൈഡിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കാറ്റിന് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തും വരുന്നില്ല, മഴയും കുറവായിരിക്കും. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് റെയിൻ ഷാഡോ റീജിയൻസ് അല്ലെങ്കിൽ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന്. ഓക്കെ അല്ലേ? ഇനി എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സമില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ ആരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. കാരണം അവിടെ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് മഴ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ആരാവലി എന്ന് പറയുന്ന ഈ ഒരു മരുഭൂമിയിലെ ഈ പ്രദേശങ്ങൾ എന്താണ്, ഈ ഒരു രാജസ്ഥാനിലെ പ്രദേശം എന്താണ് മരുഭൂമിയായിട്ട് മാറാനുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇനി സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയുമായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മുടെ സമുദ്രത്തിൽ നിന്നും തൊട്ടടുത്തായിട്ടുള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടെ എങ്ങനത്തെ കാലാവസ്ഥയായിരിക്കും, ആർദ്രമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. എന്നാൽ സമുദ്രത്തിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുള്ളതായിരിക്കും, വളരെ വരണ്ടതായിട്ടുള്ള കാലാവസ്ഥ, കുറച്ചുകൂടെ ചൂടൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ വരണ്ട കാലാവസ്ഥയായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. ഇനി കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു കാറ്റിൻ്റെ ദിശ എങ്ങോട്ടാണ്, അതുമാത്രമല്ല അതിലെ ജലാംശത്തിൻ്റെ അളവ്, അതും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, ആ ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി അതുപോലെ തന്നെ കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, അതുപോലെ തന്നെ ആചാരം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ രാജസ്ഥാനിലെ പോലെയാണോ കേരളത്തിലുള്ള ആൾക്കാരുടെ? ഇവിടുത്തെ വസ്ത്രധാരണം ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ കഴിക്കുന്ന ആഹാരം ഡിഫറെൻ്റ് ആയിരിക്കും, പാർപ്പിടങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് അവിടുത്തെ ഭൂപ്രകൃതിക്കനുസരിച്ച് എന്തായിരിക്കും അവിടെ ഒരുപാട് മാറ്റങ്ങൾ. അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, അവിടെ ജീവിക്കുന്ന ആളുകളുടെ വസ്ത്രധാരണം ഡിഫറെൻ്റ് ആയിരിക്കും, പിന്നെയോ അവിടെയുള്ള പാർപ്പിടങ്ങൾ, പിന്നെയോ ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ഇതെല്ലാം എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും അല്ലെ? ഓരോ പ്രദേശങ്ങളിലും ഓരോ ഇതിലായിരിക്കും. ഇനി ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ഇരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആൾക്കാരും എന്തിലാണ് ഇന്ത്യയിൽ അവർ ജീവിച്ചു വരുന്നത്, കൃഷി ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു ജീവിതത്തെ എന്ത് ചെയ്യുന്നു, അത് ബാധിക്കും. ഇനി ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർബല്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ചില ഭാഗങ്ങളിൽ ഒരുപാട് മഴ ലഭിക്കും, എന്നാൽ ചില ഭാഗങ്ങളിൽ മഴ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. എന്ത് സംഭവിക്കും, ആ ഒരു കൃഷിയിലും അതെന്ത് ചെയ്യും, ബാധിക്കും. ഇനി മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് അവിടെ കൃഷി ചെയ്യുന്ന ആ വിളകൾക്കും എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് അടുത്ത് പറയുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പം മഴ ഒരുപാട് കിട്ടുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വിളയായിരിക്കില്ല മഴ കുറവ് കിട്ടുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, മഴ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പ്രദേശങ്ങളിൽ എന്തായിരിക്കും കൃഷി ചെയ്യുന്നത്, നെല്ലാണ് അല്ലേ? നെല്ലാണ് കൃഷി ചെയ്യുന്നത്. നോക്കിക്കേ, മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും അതുപോലെ മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഇനി മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും, എന്തൊക്കെയാണ്, പയറുവർഗ്ഗങ്ങളും അതുപോലെ പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോകുന്നു. അപ്പോൾ മഴയുടെ അളവിനനുസരിച്ച് അവിടെ കൃഷി ചെയ്യുന്ന ആ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകൾക്ക് വ്യത്യാസം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്, മഴ ഒരുപാട് കൂടുതൽ ലഭിക്കുന്ന മേഖലകളിൽ നെല്ല് കൃഷി ചെയ്യുന്നു. ഇനി മിതമായിട്ട് മതിയെങ്കിൽ, മിതമായിട്ടാണ് മഴ ലഭിക്കുന്നതെങ്കിൽ അവിടെ ഗോതമ്പാണ്. അതുപോലെ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്, പയറ് വർഗ്ഗങ്ങളും അതുപോലെ ധാന്യങ്ങളുമാണ്, പരുക്കൻ ധാന്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ആ ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കനുസരിച്ച് അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ആ ഒരു വേ ഓഫ് ലിവിങ്ങും എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അതെന്താണ്, അവരുടെ ആ ഒരു കൃഷിയെയും അത് ബാധിക്കുന്നുണ്ട്. ആ കാലാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. അതിപ്പോൾ വിളകൾ ഏത് വിള എവിടെ കൃഷി ചെയ്യണം അത് തീരുമാനിക്കുന്നത് പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവിടെയുള്ള ആ ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ തന്നെ അവരൊരു ടേബിളിലാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്കിക്കേ,
നെല്ല് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് നെല്ല് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ ആവശ്യകത എങ്ങനെയാണ്? ധാരാളം ജലം ആവശ്യമാണ്. ധാരാളം ജലം ആവശ്യമായതുകൊണ്ടാണ് മഴ ഒരുപാട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് കൃഷി ചെയ്യുന്നത്? നെല്ല് കൃഷി ചെയ്യുന്നത്. ഇനി വിത്ത് വിതയ്ക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ വിത്ത് വിതയ്ക്കുന്ന സമയം എപ്പോഴാണ്? ജൂണിലാണ്. ഇനി വിളവെടുക്കുന്നത് നമ്മൾ എപ്പോഴാണ് വിളവെടുക്കുന്നത്? സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ വിളവെടുക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ഗോതമ്പ്. ഗോതമ്പ് എന്താണ്? മിതമായ അളവിൽ ജലം ആവശ്യമാണ്. മിതമായ അളവിൽ മാത്രം എന്ത് ജലം ആവശ്യമായാൽ മതി. അതുകൊണ്ട് തന്നെ ഇത് കൃഷി ചെയ്യുന്നത് എവിടെയായിരിക്കും? മഴ കുറച്ച് അത്യാവശ്യം ലഭിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഗോതമ്പ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അത് എപ്പോഴാണ്? വിത്ത് വിതയ്ക്കുന്ന സമയം ഒക്ടോബർ ആണ്. ഇനി വിളവെടുക്കുന്ന സമയം എപ്പോഴാണ്? അത് മാർച്ചിലാണ്. ഇനി തണ്ണിമത്തൻ എപ്പോഴാണ്? വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് അല്ലെ? ജലസേചന സൗകര്യം ആവശ്യമായി നമ്മൾ കൃഷി ചെയ്യുന്നതാണ് എന്ത്? തണ്ണിമത്തൻ. അത് എപ്പോഴാണ് വിത്ത് വിതയ്ക്കുന്നത്? ഏപ്രിൽ മാസത്തിലാണ്. ഇനി അതിന് വിളവെടുക്കുന്നത് ജൂൺ മാസത്തിലാണ്. ഇതൊരു പട്ടിക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി അടുത്ത് പറയുന്നത് നോക്കിക്കേ, വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നമ്മളിപ്പോൾ നേരത്തെ ഒരു പട്ടിക നോക്കിയിട്ടാണ് വന്നതിൽ ഓരോന്നും കൃഷി ചെയ്യുന്നതിൽ ഓരോ സമയമുണ്ട്. ഇന്ന മാസങ്ങളിലാണ് ഓരോ വിളകളും എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് മനസ്സിലാക്കി. ഇനി ഓരോ വിളയിലും എന്താണ്? വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ കണക്ക് എന്താണ്? ഇപ്പം നെല്ലിനാണെങ്കിൽ ജൂൺ മാസത്തിൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്നു, സെപ്റ്റംബർ മാസത്തിൽ വിളവെടുക്കുന്നു. ഗോതമ്പാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ വിത്ത് വിതയ്ക്കുന്നു, അതുപോലെ മാർച്ച് മാസത്തിൽ വിളവെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എന്താണ്? ഓരോന്നിനും ഓരോ കാലമുണ്ടല്ലേ? ഒരു നിശ്ചിത കാലയളവുണ്ട് ഇത് ചെയ്യുന്നതിനായിട്ട്. അപ്പം ഈ കാലങ്ങളെ നമ്മൾ ഇന്ത്യയിൽ പൊതുവെ വിളിക്കുന്നത് കാർഷിക കാലങ്ങൾ എന്നാണ്. എന്താണ്? കാർഷിക കാലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണുള്ളത്. എത്ര കാർഷിക കാലങ്ങൾ? 3 കാർഷിക കാലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. അത് ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ഖാരിഫ് ഉണ്ട്, റാബി ഉണ്ട്, സെയ്ദ് ഉണ്ട്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഇങ്ങനെ 3 കാലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലെ എന്താണ്? വിളവെടുപ്പ് കാലങ്ങൾ എന്ന് കാർഷിക കാലങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഇന്ത്യയിൽ എന്താണ് കൃഷി ചെയ്യുന്നതിന് എന്താണ്? ഓരോ കാലങ്ങളുണ്ടല്ലേ? ഓരോ നിശ്ചിത കാലയളവ് അല്ലെങ്കിൽ നിശ്ചിത കാലങ്ങളുണ്ട് കൃഷി ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെ 3 കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, അതുപോലെ റാബി, സെയ്ദ് എന്നാണത് അറിയപ്പെടുന്നത്. ഇനി നോക്കിക്കേ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലം. അപ്പോൾ ഖാരിഫ് എന്ന് പറയുന്ന ഇത് എപ്പോഴാണ് വരുന്നത്? തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് അതിനൊപ്പം തന്നെ വരുന്നതാണ് ഈ ഖാരിഫ് കാലം എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഊഷ്മാവും അതുപോലെ തന്നെ ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള, കാരണം മഴ ലഭിക്കുന്ന സമയമാണ്, മൺസൂണിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സമയം വരുന്നത് ഖാരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ അല്ലെങ്കിൽ വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ എന്ത് ചെയ്യുന്നു? ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഖാരിഫ് കാലത്തിൽ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. എന്നാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്താണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് ശൈത്യകാലത്തിൻ്റെ വരവാണ്. ആ ഒരു ടൈമിലാണ് ഏത് കാലവും ആരംഭിക്കുന്നത്? റാബിക്കാലം ആരംഭിക്കുന്നത്. എപ്പോഴാണ് റാബിക്കാലം ആരംഭിക്കുന്നത്? എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ശൈത്യകാലമാണ് അല്ലേ? എന്താണ്? ജലവും ഊഷ്മാവും എന്താണ്? മിതമായി മാത്രം ആവശ്യമുള്ള, വളരെ മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും പിന്നെ ഏതാണ്? കടുക് മുതലായവയൊക്കെയാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു കാലത്ത്, റാബിക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ്, ഒന്ന് തെക്ക് പടിഞ്ഞാറ് മൺസൂണിൻ്റെ സമയത്താണ് ഖാരിഫ് കാലം തുടങ്ങുന്നത്. ആ സമയത്ത് എന്താണ് കൃഷി ചെയ്യുന്നത്? വെള്ളം ഒരുപാട് ആവശ്യമായിട്ടുള്ള നെല്ലും പരുത്തിയും ചണവും പിന്നെ അരിച്ചോളവും ബജ്ര, തുവരയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആ സമയത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്. എന്നാൽ റാബിക്കാലം എപ്പോഴാണ് തുടങ്ങുന്നത്? അത് ഒക്ടോബർ നവംബർ മാസത്തിൽ ശൈത്യകാലത്തിൻ്റെ വരവോടുകൂടിയാണ്. ആ സമയത്ത് വെള്ളം വളരെ മിതമായിട്ട് മാത്രം ആവശ്യമായിട്ടുള്ള ഗോതമ്പും പിന്നെ എന്താണ്? പയറുവർഗ്ഗങ്ങളും കടുക് മുതലായവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. ഇനി ഫെബ്രുവരി മാസത്തോടെ എന്ത് ചെയ്യുന്നു? റാബിക്കാലം എന്താണ്? അവസാനിക്കുന്നു. ഒരു ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ എന്ത് സമയം? നമ്മുടെ ഒക്ടോബർ നവംബറിൽ തുടങ്ങി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ എന്ത് അവസാനിക്കും? റാബിക്കാലം അവസാനിക്കും. ഇനി
റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ, വളരെ കുറച്ച് ഇത് മാത്രമേ കാണത്തുള്ളൂ, ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല, എന്താണ് വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് എന്താണ് നമ്മൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? തണ്ണിമത്തൻ, അതുപോലെ വെള്ളരി, പിന്നെയോ പച്ചക്കറികൾ, പിന്നെ കാലിത്തീറ്റ വിളകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സമയത്താണ് കൃഷി ചെയ്യുന്നത്. എന്താണ് ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യും? കൃഷി ചെയ്യും. കാരണം വേനൽക്കാലമാണല്ലേ, അതുകൊണ്ടാണ് തണ്ണിമത്തൻ, വെള്ളരി പോലുള്ളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും 3 കാർഷിക കാലങ്ങളായിട്ടുള്ള ഖാരിഫ്, റാബി, സെയ്ദ് പറയുന്നുണ്ടെങ്കിലും പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങളും വരാറുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ഓരോന്നും ഏതൊക്കെ എപ്പോഴൊക്കെയാണ് വരുന്നത്, ഈ ഓരോ കാലങ്ങളുടെയും പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ, ആ ഒരു കാലങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഭക്ഷ്യവിളകളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്, അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന ഒരു ഭക്ഷ്യവിളകളെ പറ്റിയിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും എന്താണ് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഭക്ഷ്യവിളകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയായിട്ടാണ്? ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും എന്താണ് രണ്ടായിട്ട് ഈ ഒരു ഭക്ഷ്യവിളകളെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി മൃദുധാന്യങ്ങളായിട്ടുള്ള നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായിട്ടുള്ള ബജ്ര, ജോളം, റാഗി തുടങ്ങിയവ എന്താണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പൊതുവെ കൃഷി ചെയ്യുന്നതാണ് എന്തൊക്കെ? നെല്ല്, ഗോതമ്പ്, പിന്നെന്താണ് പരുക്കൻ ധാന്യങ്ങളായിട്ടുള്ള ബജ്ര, അതുപോലെ തന്നെ ചോളം, റാഗി, ഇതൊക്കെ എന്താണ് ഇന്ത്യയിൽ കൃഷി ചെയ്ത് വരുന്നത്. ഗോതമ്പിൻ്റെയും പയറിൻ്റെയും പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പയറും അതുപോലെ തന്നെ തുവരയുമാണ് എന്താണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്ന പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങളിൽ ഏതൊക്കെയാണ്? നമ്മുടെ പയറും അതുപോലെ തന്നെ തുവരയുമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന ആ ഒരു ഭക്ഷ്യവിളകളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നാണ്യവിളകളുണ്ട്. എന്താണ് ഈ നാണ്യവിളകൾ? വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന, വലിയൊരു എമൗണ്ടിൽ വലിയൊരു തോതിൽ കൃഷി ചെയ്യുന്നതാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. ഈ നാണ്യവിളകൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? കരിമ്പ് ഒരു നാണ്യവിളയാണ്, പുകയില ഒരു നാണ്യവിളയാണ്, പരുത്തിയുണ്ട്, ചണമുണ്ട്, എണ്ണക്കുരുക്കൾ ഉണ്ട്. ഏതൊക്കെയാണ്? കരിമ്പ്, പുകയിലയുണ്ട്, പരുത്തിയുണ്ട്, ചണമുണ്ട്, എണ്ണക്കുരുക്കളുണ്ട്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നാണ്യവിളകൾക്ക് ഉദാഹരണം ആണ്. അടുത്ത നാരുവിളകൾ. നാരുവിളകളിൽ എന്തൊക്കെയാണ്? പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ. ഈ നാരുവിളകൾ നമ്മൾ പ്രധാനമായിട്ട് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? തുണിത്തരങ്ങൾ ഉണ്ടാക്കാനും ബാഗുകളും ചാക്കുകളും അതുപോലെ ഇങ്ങനെയുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരുവിളകൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ നിർമ്മിക്കാൻ നമുക്ക് എന്താവശ്യമാണ്? നാരുകൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ? പരുത്തിനെയും ചണവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ഇനി എണ്ണക്കുരുക്കൾ. എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ എണ്ണക്കുരുക്കൾ നമ്മൾ കൃഷി ചെയ്യുന്നത്? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണക്കുരുക്കൾ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അതിനെന്തൊക്കെയാണ്? നിലക്കടലയുണ്ട്, പിന്നെ കടുകുണ്ട്, കടുക് വർഗ്ഗങ്ങളുണ്ട്, പിന്നെ സോയാബീൻ ഉണ്ട്, സൂര്യകാന്തി, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഈ ഒരു എണ്ണക്കുരുക്കളിൽ ഉൾപ്പെടുന്നവയാണ്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ ഒരു ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവയ്ക്ക് പുറമെ അപ്പം നമ്മൾ നാണ്യവിളകളെ പറ്റി പറഞ്ഞു, പിന്നെ നാരുവിളകളെ പറ്റി പറഞ്ഞു, എണ്ണക്കുരുക്കളെ പറ്റി പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു. ഇതിനൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ വേറെ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റും? തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ. ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റ് വിളകളും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ നാണ്യവിളകൾ, നാരുവിളകൾ, എണ്ണക്കുരുക്കൾ പോലെ തന്നെ തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെയുള്ള എന്താണ് കൃഷിയും അല്ലെങ്കിൽ ഇതൊക്കെയുള്ള വിളകളും എന്തുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ഇനി ഇവയിൽ പലതും എന്താണ്? തോട്ടവിളകളായാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. ഇവയിൽ പലതും എന്തായിട്ടാണ് കൃഷി ചെയ്യുന്നത്? തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതുപോലെ അവിടെ അവർ പറയാണ്. എന്താണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, നോക്കിക്കേ എന്തൊക്കെയാണ് നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എന്താണ് ആ ഒരു ഭൂഘടന, അതുപോലെ ആ ഭൂമിയുടെ ഘടന എങ്ങനെയാണ്, അതുപോലെ മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടൈൽ സോയിലാണോ അല്ലേ എന്നുള്ളത്, പിന്നെ കാലാവസ്ഥ അല്ലേ, ജലലഭ്യത, എത്രത്തോളം ജലം ലഭിക്കുന്നുണ്ട്, പിന്നെ ജനസാന്ദ്രത, ആളുകൾ താമസിക്കുന്നത്, അതുപോലെ കൃഷിഭൂമിയുടെ ആ ഒരു വിസ്തൃതി, കൃഷിഭൂമിയുടെ വിസ്തൃതി, പിന്നെ എന്താണ് വിളയുടെ മൂല്യം എന്താണ്, പിന്നെ ലഭ്യമായ സാങ്കേതിക വിദ്യ, ആ ഒരു ടെക്നോളജി
ടെക്നോളജി പരമായിട്ടുള്ള ആ ഒരു നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു സാങ്കേതിക വിദ്യ എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് പല തരത്തിലുള്ള കൃഷി രീതികൾ നമ്മുടെ ഈ ലോകത്ത് ആകമാനം ഉണ്ട്. പലതരത്തിലുള്ള കൃഷി രീതികൾ, അതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല പലതരത്തിലുള്ള കൃഷി രീതികൾ നമ്മുടെ ലോകത്ത് ആകമാനമുള്ള, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഘടകങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ആ ഒരു ഭൂഘടന, ഭൂമിയുടെ ഘടന എങ്ങനെയാണ്, അതുപോലെ തന്നെ ബലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള കൃഷി രീതികൾ നമ്മുടെ ഈ ലോകത്താകമാനം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീര കൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. പലതരത്തിലുള്ള കൃഷി രീതികൾ എന്താണ് നമ്മുടെ ഈ ഒരു ലോകത്താകമാനമുള്ള. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, പിന്നെ വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, ഇനി എന്താ പുഷ്പഫല കൃഷി, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവ ആണ്. ഇനി ഇന്ത്യയിലെ ഒരു കൃഷി രീതികൾ ഇതെല്ലാം മൊത്തത്തിൽ വരുന്നതാണ്. ഇനി ഇന്ത്യയിലെ കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് അടുത്ത അധ്യയനത്തിലൂടെ പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് പൊതുവെ പഠിച്ചത്? നമ്മൾ എന്താണ് കോണ്ടിനെൻ്റ് എന്നുള്ളത് നോക്കിയല്ലേ, എന്താണ് വൻകരകൾ എന്നുള്ളത് നമ്മൾ നോക്കി. അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ആ കടൽ കൊണ്ട്, അല്ലെങ്കിൽ 2 ഭാഗവും കടലാണ്. ഇനി എന്താണ്? കരയുണ്ട്. കരഭാഗങ്ങൾ എങ്ങനെയാണ്? അങ്ങനെ കരയുടെ കഷ്ണങ്ങൾ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതിന് അങ്ങനെ വിശാലമായിട്ടുള്ള കരയുടെ ഭാഗങ്ങളെയാണ് നമ്മൾ വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു ഭാഗമാണ് സബ് കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിച്ചത്. അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്, അല്ലേ, ഭൂപ്രകൃതി എങ്ങനെയാണ്, കാലാവസ്ഥ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, ഇനി അവിടെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ, സമതലങ്ങൾ അല്ലെങ്കിൽ പീഠഭൂമികൾ, ഇങ്ങനെ എന്തൊക്കെ നമുക്ക് അവിടെ, അല്ലെങ്കിൽ മരുഭൂമികൾ, ഇതൊക്കെ എന്തൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടുത്തെ കാലാവസ്ഥ എന്തെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ മഴനിഴൽ പ്രദേശങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു, അല്ലെ, റെയിൻ ഷാഡോ റീജിയൻസിനെ പറ്റി പറഞ്ഞു. പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന ആ ഒരു 3 കാർഷിക കാലങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. കാലാവസ്ഥ, ആ ഒരു കാർഷിക ഏത് തരത്തിലുള്ള വിളകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെ ഏത് സമയത്താണ് കൃഷി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്യാം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വിശാലമായിട്ടുള്ള കരഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങിയത് തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടാണ്. ഇപ്പോഴും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വിശാലമായിട്ടുള്ള കരയുടെ ഭാഗത്തെ നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്? അത് ഭൂഖണ്ഡങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓപ്ഷൻ സി ഭൂഖണ്ഡമാണ് അവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ഹിമാലയമാണ്. വടക്കേ അതിർത്തിയിൽ ആരാണ്? ഹിമാലയമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഏത് അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്? ഏത് അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്? മൗസിം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്, അല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന് പറയുന്ന ഈ വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. അടുത്ത ചോദ്യം: നദീതട നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള വിശാലമായ സമതല പ്രദേശത്തെ ഒരു പേര് പറഞ്ഞ് വിളിക്കും, അല്ലേ? ആ പേര് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ തീരദേശ സമതലങ്ങളുണ്ട്, ഡെക്കാൻ പീഠഭൂമിയുണ്ട്, ഉത്തരമഹാസമതലമുണ്ട്, മരുഭൂമിയുണ്ട്. എന്താണ് അവിടെ ഉത്തരം? ഉത്തരമഹാസമതലമാണ്. ഓപ്ഷൻ സി ഉത്തരമഹാസമതലമാണ് അവിടുത്തെ ഉത്തരം, അല്ലേ? അടുത്ത ചോദ്യം: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമി ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമി? താർ മരുഭൂമിയാണല്ലേ. താർ മരുഭൂമി നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? അത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുതൽ വായിക്കാം. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ശരിയല്ലേ? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എവിടെയാണ് വരുന്നത്? ഏഷ്യൻ കോണ്ടിനെന്റിലാണ്. നമ്മൾ ആദ്യം തന്നെ മാപ്പിൽ നോക്കി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ശരിയല്ലേ? ഉത്തരമഹാസമതലം എന്ന് പറയുന്ന ഈ ഒരു സമതല പ്രദേശങ്ങൾ എവിടം തൊട്ട് എവിടം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതും എന്താണ്? ശരിയാണ്. അടുത്ത മൂന്നാമത്തെ നോക്കിക്കേ. വടക്ക് ഹിമാലയം, അതുപോലെ കിഴക്ക് എന്താണ്? അറക്കൻ പർവ്വതനിരകൾ,
അരക്കൻ പർവ്വതനിരകൾ, പിന്നെ എന്താണ് പടിഞ്ഞാറ് എന്താണ് ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ എന്നിങ്ങനെയാണ് ഇതിൻ്റെ അതിർത്തികൾ വരുന്നത്. അപ്പോൾ അതും എന്താണ് ശരിയാണ്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ളത്? ഓപ്ഷൻ സി 1, 2, 3 എന്നിവയെല്ലാം ശരിയാണെന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ധാരാളം ജലം ആവശ്യമുള്ളതും ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ കൃഷി ചെയ്യുന്നതും? ഇപ്പം താഴെ പറയുന്നവർ കുറേ വിളകൾ പറഞ്ഞിട്ടുണ്ട്. ഗോതമ്പ്, പയർ, എണ്ണക്കുരു, നെല്ല് അല്ലേ, ഈ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് വിളയാണ് ധാരാളം അല്ലേ, ഒരുപാട് വെള്ളം ആവശ്യമുള്ളപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത് ഏതാണെന്നാണ് പഠിച്ചത്? ജലമാണ് അല്ലേ. മിതമായി വരുമ്പോൾ അത് ഗോതമ്പൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഒരുപാട് ജലം ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത് എന്താണ്? നെല്ലാണ് അല്ലേ, നെല്ലല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി നെല്ലാണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? നമ്മൾ കിഴക്കൻ അതിർത്തിയിൽ ആരാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറേ അതിർത്തിയിൽ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ കിഴക്കൻ അതിർത്തിയിൽ ഏത് പർവ്വതനിരയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹിന്ദുക്കുഷ് ആണോ, ഹിമാലയമാണോ, അരക്കൻ പർവ്വതനിരകളാണോ, പിന്നെ സിയാൻകാൻ ആണോ? ഏതാണ്? അരക്കൻ പർവ്വതനിരകളാണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ സി അരക്കൻ പർവ്വതനിരകൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പ്രധാനമായി എത്ര കാർഷിക വിളകളാണ് ഉള്ളത്? ഒരു സംശയം വേണ്ട. എന്താണ്? 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? 3 ആണല്ലേ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഖാരിഫ് കാലം, റാബി കാലം, സെയ്ദ്, അങ്ങനെ നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി 3 ആണ് അവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് അനുബന്ധിച്ച് വരുന്നതും കൂടുതൽ ജലാംശം ആവശ്യമുള്ളതുമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് എന്താണ് അനുബന്ധിച്ച് വരുന്നതും കൂടുതൽ ജലാംശം ആവശ്യമുള്ളതുമായിട്ടുള്ള നെല്ലൊക്കെ കൃഷി ചെയ്യുന്നത് ഏത് സമയത്താണെന്ന് നമ്മൾ പഠിച്ചു? റാബി ആണോ, സെയ്ദ് ആണോ, ഖാരിഫ് ആണോ, മൺസൂൺ ആണോ? ഏതാണടാ? ഖാരിഫ് കാലമാണ് അല്ലേ. ഓപ്ഷൻ സി ഖാരിഫ് കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജലം ആവശ്യമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മൾ കോണ്ടിനെൻസിനെ പറ്റിയിട്ടും അതുപോലെ ഉപഭൂഖണ്ഡങ്ങൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പറ്റിയിട്ടും പിന്നെ അവിടുത്തെ ആ ഒരു ഭൂപ്രദേശത്തെ പറ്റിയിട്ടും കാലാവസ്ഥയെ പറ്റിയിട്ടും എന്തൊക്കെ വിളകൾ കൃഷി ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.